നമസ്കാരം. ഓഗസ്റ്റ് 27-നായിരുന്നു ഗണേശ ചതുർത്ഥി അഥവാ വിനായക ചതുർത്ഥി സംഭവിച്ചത്. ശേഷം ഗജകേസരി യോഗം ചില നാളുകാരെ സംബന്ധിച്ചിടത്തോളം ആരംഭിക്കുന്നതായ സമയമാണ്. പല വിധത്തിലുള്ള ശുഭയോഗങ്ങൾ വേറെയും ഈ ദിവസത്തിൽ രൂപം കൊള്ളുന്നുണ്ട്. ധനലക്ഷ്മി യോഗത്തിന്റെ ശുഭകരമായ മാറ്റങ്ങളും ഈ രാശിക്കാരെ തേടി എത്തുന്നതാണ്. ചിത്ര നക്ഷത്രത്തിലാണ് ഗജകേസരി യോഗം രൂപം കൊള്ളുന്നത്. കൂടാതെ ഗുണകരമായ പല മാറ്റങ്ങളും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഗജകേസരി യോഗത്തോടൊപ്പം തന്നെ ചന്ദ്രനും വ്യാഴവും ചേരുന്ന നവപഞ്ചമ യോഗവും രൂപം കൊള്ളുന്നുണ്ട്. മാത്രമല്ല ഈ ദിനത്തിൽ ജീവിതം മാറിമറിയുന്നു എന്നുള്ളതാണ്. പല വിധത്തിലുമുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി എത്താവുന്നതാണ്. ഈ സമയം ഭാഗ്യത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തിച്ചേരുന്ന അഥവാ ഗണേശ ചതുർത്ഥിക്ക് ശേഷം രാജയോഗം ഗജകേസരി യോഗം രൂപം കൊള്ളുന്ന ആ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഓം ഗം ഗണപതയേ നമഃ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു. മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക എന്നീ നാളുകാർ. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രൂപം കൊള്ളുന്ന ഗജകേസരി യോഗം ഇവർക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് സഹായകരമായി തീരും. ഇവരുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ പല മാറ്റങ്ങളും ശുഭകരമായ മാറ്റങ്ങൾ തന്നെയായിരിക്കും. അതുമാത്രമല്ല സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അല്പം മികച്ചു നിൽക്കുവാൻ ഇവർക്ക് സഹായകരമായി തീരും. അത് സാമ്പത്തിക സഹായമാകാം, ലഭിക്കേണ്ടതായ ധനം ലഭിക്കുന്നതാകാം. ഇത്തരത്തിൽ പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരാം. സന്തോഷകരമായ വാർത്തകൾ, ശുഭവാർത്തകൾ നിങ്ങളെ തേടി എത്തുന്നതുമാണ്. തൊഴിൽ നേട്ടങ്ങൾ, കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല കാര്യങ്ങളും ആശ്വാസകരമായി തീരുന്ന സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ആശ്വാസകരമായ അനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്താം. ദോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളിൽ നിന്നും മാറ്റപ്പെടുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഒരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്നതുമാകുന്നു. കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കുക. കൂടാതെ ഈ സമയം മംഗളകരമായ കാര്യങ്ങളിൽ പങ്കെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പ്രണയികൾക്കും അനുകൂലം തന്നെയാണ് സമയം. സാമ്പത്തിക സ്ഥിതി അല്പം മികച്ച് നിൽക്കുന്നതായ സമയം തന്നെയാകുന്നു. അതിനാൽ പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ധനനേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ഈ സമയം പ്രതീക്ഷിക്കാം. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, രോഹിണി, മകീരം എന്നീ നാളുകാർ. വളരെയധികം മാറ്റങ്ങൾ തന്നെയാണ് ഇവരെ കാത്തിരിക്കുന്നത് എന്നുള്ളതാകുന്നു. ക്രിയേറ്റീവായ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുവാൻ ഇവർക്ക് സാധിക്കും. പല പ്രശ്നങ്ങളിലൂടെയും മുന്നോട്ട് പോകുന്നവർ തന്നെയാണ് നിങ്ങൾ. അത് ധനപരമായ പ്രശ്നങ്ങൾ മാത്രമല്ല, മറ്റ് വിഷമതകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ചിലതെങ്കിലും പരിഹരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയായി മാറാവുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായി തീരാം, അല്ലെങ്കിൽ മികച്ചതാക്കി തീർക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും സാമ്പത്തിക നേട്ടങ്ങളോ അതല്ല പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളിലൂടെ വിജയങ്ങൾ നേടുക, തൊഴിൽപരമായ ഉയർച്ച, അപ്രതീക്ഷിതമായ ധനസഹായങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്ന ഒരു സമയം കൂടിയാകുന്നു. പല മാറ്റങ്ങളും ആഗ്രഹിച്ചതാണ്, അതിൽ ചിലത് ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു. കൂടാതെ ഈ സമയം പല കാര്യങ്ങളെയും ബുദ്ധിപരമായി തന്നെ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ പല കാര്യങ്ങളിലും നേട്ടങ്ങളോ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകാതിരിക്കുകയോ ചെയ്യുന്നതിനും അത് സഹായകരമായി തീരും. പ്രധാനപ്പെട്ടതായ പല തീരുമാനങ്ങൾ എടുക്കുവാൻ അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് പ്രവേശിക്കുന്നത് എന്നുള്ളതാകുന്നു. മാനസിക ആരോഗ്യത്തിന്റെ കാര്യത്തിലും മികച്ചു നിൽക്കുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തുന്നതായ സമയമാണ് എന്ന കാര്യത്തിലും സംശയം വേണ്ട.
ഇത്തരത്തിൽ കാര്യങ്ങളെ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന ദിവസങ്ങൾ തന്നെയാണ് മുൻപിലുള്ളത്. ഭഗവാന്റെ കൃപാ കടാക്ഷത്താലും കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. വന്നു ചേരുന്നതായ അവസരങ്ങൾ കൃത്യമായി തന്നെ വിനിയോഗിച്ച് ഈ സമയം നിങ്ങൾ മുന്നോട്ട് പോവുക. തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര, ചോതി, വിശാഖം എന്നീ നാളുകാർ. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗജകേസരി യോഗം നൽകുന്നതായ മാറ്റങ്ങൾ ഒരു ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. പല കാര്യങ്ങളിലും ഉണ്ടായിരുന്നതായ സംശയങ്ങൾ ഒരു പരിധിവരെ ദൂരീകരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാകുന്നു. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ജീവിതത്തിലേക്ക് സന്തോഷം, സമാധാനം നിറയുന്നതാണ്. അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് പുരോഗതി വന്ന് ചേരാവുന്ന ഒരു സമയം തന്നെയാകുന്നു. കൂടാതെ അനുകൂലമായ മാറ്റങ്ങൾ അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന ഒരു സമയം കൂടിയാണ്. സന്തോഷകരമായ പല നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്ന ഒരു സമയം കൂടിയാകുന്നു. ജീവിതത്തിൽ സന്തോഷം വർദ്ധിപ്പിക്കുവാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുന്നതിനാൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാവുന്നതുമാണ്. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും കുട്ടികളുടെ ജീവിതത്തിൽ സന്തോഷം നൽകുവാൻ സാധിക്കുകയും ചെയ്യും. കൂടാതെ ഈ സമയം പ്രശ്നങ്ങൾ, തർക്കങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ദാമ്പത്യ ജീവിതത്തിലും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സന്തോഷവും സമാധാനവും ദാമ്പത്യ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കുന്ന സമയം തന്നെയായി മാറും. കൂടാതെ അപ്രതീക്ഷിതമായ ചില സഹായങ്ങൾ ചില വ്യക്തികളിൽ നിന്നും ലഭിച്ചു എന്ന് വരാം. അത് ധനപരമായ സഹായങ്ങളുമാകാം. കൂടാതെ മംഗളകർമ്മങ്ങൾ വീടുകളിൽ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനപരമായ ചില സഹായങ്ങൾ, ധനനേട്ടങ്ങൾ വന്ന് ചേരാവുന്നതുമാണ്. പൊതുവിൽ നോക്കുമ്പോൾ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. വന്നു ചേരുന്നതായ അവസരങ്ങൾ കൃത്യമായി വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. ധനുരാശി. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടം എന്നീ നാളുകാർ. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണമാറ്റങ്ങൾക്കാണ് ഈ സമയം വന്നു ചേരുക. ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഗജകേസരി യോഗത്തിന്റെ ഫലമായി തന്നെ പല കാര്യങ്ങളിലും അനുകൂലമായ മാറ്റങ്ങൾ സംഭവിക്കാവുന്നതാണ്. ധനം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളെ തേടിയെത്താം. സാമ്പത്തിക മികവ് അല്ലെങ്കിൽ സാമ്പത്തികമായി മികച്ച് നിൽക്കുന്നതിനുള്ള അവസരങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും സഫലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആഗ്രഹ സാഫല്യങ്ങൾ വന്നു ചേരാം. പുതിയ ബന്ധങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഇവരെ തേടി എത്താവുന്നതുമാണ്. കൂടാതെ ഈ സമയം പല വിധത്തിലും സഹായങ്ങൾ, വേതനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പമൊന്ന് ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. ഏകോപനം മികച്ചതായി തീരും. ജോലിയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഇത്തരത്തിൽ അനുകൂലമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതാണ്. കൃത്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നത് പ്രശംസ നേടിയെടുക്കുവാൻ സഹായകരമായി തീരാവുന്നതുമാണ്. ഈ സമയം പൊതുവിൽ ധനസഹായം ലഭിക്കുകയും അല്ലെങ്കിൽ ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ തൊഴിൽപരമായോ ബിസിനസ് പരമായോ വന്നു ചേരാം. ബിസിനസ് പരമായും ധനം നേട്ടങ്ങൾ വന്ന് ചേരാവുന്ന ഒരു സമയം തന്നെയാകുന്നു. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. കുംഭം രാശി. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം, ചതയം, പുരുരുട്ടാതി എന്നീ നാളുകാർ. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച സമയമാണ് കടന്നു വരിക എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ഭാഗ്യം പല കാര്യങ്ങളിലും നിങ്ങളെ തുണയ്ക്കുന്നതായ സമയമാണ് വന്നു ചേരുക. അത് പല വിധത്തിലും
തൊഴിൽപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനനേട്ടങ്ങൾക്കോ അല്ലെങ്കിൽ ആഗ്രഹ സാഫല്യവുമായി ബന്ധപ്പെട്ട് പോലും അനുകൂലമായ സമയമായി തന്നെ മാറും. ഏതൊരു കാര്യത്തിലും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ആഗ്രഹിച്ചതായ ജോലികൾ ചെയ്ത് തീർക്കുവാൻ സാധിക്കുക, താൽക്കാലികമായാണ് എങ്കിലും ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടിയെടുക്കുന്നതിനും യോഗം കാണുന്നതാണ്. സാമ്പത്തികപരമായ മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ധനനേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ, ധനപരമായ സഹായങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതായ സാഹചര്യം വന്നു ചേരും. പ്രണയിക്കുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വിവാഹത്തിലേക്ക് എത്തുന്നതിനുള്ള യോഗം കടന്നു വരുന്ന ഒരു സമയം കൂടിയാകുന്നു. പ്രശസ്തിയും സ്ഥാനമാനങ്ങളും നിങ്ങളെ തേടിയെത്താം. ധനനേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്ന് ചേരുന്നത് പോലെ തന്നെ കുടുംബജീവിതത്തിലും സന്തോഷം സമാധാനം പുലരുന്നതാണ്. അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ എങ്കിൽ അത് പരിഹരിച്ചു തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും പിന്തുണ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. അത് സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകരുമാകാം. ഇത്തരത്തിൽ പിന്തുണ പല കാര്യങ്ങളിലും ലഭിക്കുവാനുള്ള സാധ്യതകളുമുണ്ട്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ധനനേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം.